പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യബലങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആഴ്ചയുടെ ആദ്യ ദിവസമായ ആദ്യ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളായി, അതോടൊപ്പം തന്നെ ആത്മസമർപ്പണമായി ഈ ദേവാലയത്തിലായിരുന്നു കൊണ്ട് നമ്മെ തന്നെ ദൈവത്തിനും ദൈവസ്നേഹത്തിന് മുൻപിൽ കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ടും നമുക്ക് ഈ ബലി അർപ്പിക്കാം. ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ കർത്താവേ നിന്റെ കൃപാകടാക്ഷത്തിൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർമ്മലമായ മനസ്സോടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം
സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശം നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും സ്തുത്യനുമെന്നെന്നും. അനവധിൻ മമനാദാനിൻ മഹിമയ്ക്കളവില്ലറിവൂ ഞാൻ. തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു.
എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനെന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുവിൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 28-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്ദകരെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി, പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട്. മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല. എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം, നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത ഒരു കല്ല് അടിസ്ഥാനമായി ഇടുന്നു. വിലയിട്ട മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. ഞാൻ നീതിയെ അളവു ചരടും ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയും ആക്കും. കന്മഴ വ്യാജത്തിൻ്റെ അഭയസങ്കേതത്തെ തൂത്തെറിയും. പ്രവാഹങ്ങൾ അഭയകേന്ദ്രത്തെ മുക്കിക്കളയും. മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും. പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല. അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും. അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും. പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും. പകലും രാത്രിയും അതുണ്ടാകും. അതിൻ്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും. നിവർന്നു കിടക്കാൻ വയ്യാത്ത വിധം കിടക്ക നീളം കുറഞ്ഞതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ്. പെരാസിം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തൻ്റെ കൃത്യം നിർവഹിക്കാൻ എഴുന്നേൽക്കും. അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ്. ഗിബയോൻ താഴ്വരയിൽ വെച്ച് എന്ന പോലെ അവിടുന്ന് ക്രുദ്ധനാകും. അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ്. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദേശം മുഴുവൻ്റെ മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു. ദൈവമായ കർത്താവേ സ്തുതി. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവതായ ദൈവികമായ കൽപ്പന മധുരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഞാൻ 3-ാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല. മക്കൾ മാതാപിതാക്കന്മാർക്കു വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്കു വേണ്ടിയാണ്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും.
ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ചു മാത്രമാണോ സ്നേഹിക്കേണ്ടത്? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു. അവൻ്റെ കൂടെ ആ സഹോദരനെയും അയച്ചു. തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്? ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത്? ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിവൃദ്ധിക്കു വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്? ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ എളിമപ്പെടുത്തുമോ എന്നെനിക്ക് ഭയമുണ്ട്. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദുഃഖിതരേ, പീഡിതരേ, വരുവിൻ വചനവഴി. നിന്ദിതരേ, നിരാശ്രയരേ, വരുവിൻ വചനവഴി. മൂലം പകരം വചനം, മോചനമേകും വചനം, അഭയം നൽകും വചനം, ആശ്രയമേകും വചനം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡ അനുഭവപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തിൻ്റെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കുവാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജാലക്കിടയിൽ യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ അവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കുകയില്ല. അപ്പോഴവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു,
അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവൻ അനുതപിക്കും. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താനും അവർക്ക് ബോധ്യമുണ്ടാകുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഈ ലാസറിന്റെ ധനവാന്റെ കഥ. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോഴൊക്കെ തോന്നുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ദൈവം ഇങ്ങനെ രണ്ടും രണ്ടായി കാണിക്കുന്നത് എന്ന്. ലുക്കായുടെ സുവിശേഷത്തിൽ ഉപമകളിലെ 46 ഉപമകളിലെ ആകെ ഒരു ഉപമയിലാണ് പേര് എടുത്ത് പറയുന്നത്, അത് ലാസറിനെയാണ്. ഈ ലാസറിന്റെ അല്ലെങ്കിൽ ധനവാന്റെ ഉപമ. ഈ ധനവാനെ കുറിച്ച് നമ്മളെപ്പോഴും അവന്റെ സ്വാർത്ഥത കൊണ്ട് അവൻ ഇങ്ങനെയായി എന്ന് പറഞ്ഞാലും അവസാനം അവൻ ഒരു പോയിന്റിൽ എത്തുന്നുണ്ട്. അവൻ പിന്നീട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഈ സ്ഥിതി വന്നു, എൻ്റെ വീട്ടില് ഇനി 5 സഹോദരന്മാരുണ്ട്, അവർക്ക് ഈ വിധി വരാതിരിക്കുവാൻ, ഈ അവസ്ഥ വരാതിരിക്കുവാനായിട്ട് അങ്ങ് അവരുടെ അടുത്തേക്ക് ലാസറിനെ അയക്കണമേ എന്ന് പറയുന്നുണ്ട്. അതും വേണമെങ്കിൽ സ്വാർത്ഥത എന്ന് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നു, എന്താ പറയാ, ഞാനാണെങ്കിൽ കുഴി വീണു, എൻ്റെ പുറകെ വരുന്നവരൊക്കെ കുഴി വീണട്ടെ എന്നുള്ള ഒരു ചിന്തയല്ല എനിക്ക് തോന്നുന്നു ഈ ധനവാന അവസാനം ഉണ്ടായത്. ചിലരൊക്കെ പറയാറുണ്ട്, അവൻ ഏതായാലും കുഴി വീണു, ഇനി ബാക്കിയുള്ളവരും വീഴട്ടെ, അല്ലെങ്കിൽ ഞാൻ ഏതായാലും വീണുപോയി, ഇനി ബാക്കിയുള്ളവർ വന്ന് വീഴട്ടെ. പക്ഷെ ധനവാൻ എനിക്ക് തോന്നുന്നു ആ സമയത്തെങ്കിലും അവന് ഒരു ചിന്തയുണ്ട്, ഇത് ഒരു പണിപ്പാടാണ്, അതിനാൽ വീട്ടിലുള്ളവരോടൊന്ന് അറിയിക്കും നല്ലതാണെന്ന് തോന്നിയെന്ന് കരുതുന്നു. അതുകൊണ്ടായിരിക്കാം അവർക്കൊരു സാക്ഷ്യമുണ്ടാകുവാനായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ബോധ്യമുണ്ടാകാനായിട്ട് അദ്ദേഹം ചിന്തിച്ചത്. എന്തുതന്നെയായാലും ഈ ധനവാന്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അവൻ എല്ലാ നിയമങ്ങളും അനുഷ്ഠിച്ചു പോകുന്നില്ലേ. നമ്മൾ ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നു, മാസത്തിൽ ഒന്ന് കുമ്പസാരിക്കുന്നു, അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നു, ബൈബിൾ വായന നമ്മൾ എല്ലാ ദിവസവും നടത്തുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ധനവാനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അവന്റെ വീഴ്ച എവിടെയാ? നമ്മൾ പാപത്തെ 2 തരത്തിലായിട്ട് പറയാറുണ്ടല്ലേ, സിൻ ഓഫ് ഒമീഷൻ ആൻഡ് സിൻ ഓഫ് കമ്മീഷൻ. നമ്മുടെ എന്താ പറയാ, ചെയ്യാവുന്ന നന്മ ചെയ്യാതിരിക്കുന്നതും തിന്മയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചെയ്യാവുന്ന നന്മ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. അതാണ് ധനവാന് സംഭവിച്ചു പോയത്. അതാണ് അവന് സംഭവിച്ചു പോയത്. ആക്ട് ഓഫ് ഒമീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സിൻ ഓഫ് ഒമീഷൻ. ചെയ്യാവുന്ന നന്മ ചെയ്യാതെ പോയി. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, നിസ്സംഗതയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാപം. ഇൻഡിഫറൻസ്, നിസ്സംഗത മനോഭാവം. പിന്നെ ആവട്ടെ ആരെങ്കിലുമൊക്കെ ചെയ്തോളും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കടന്നു വരാം കേട്ടോ. നിസ്സംഗത മനോഭാവം. ആ നിസ്സംഗത മനോഭാവം പിന്നീട് അത് ഈ ഒരു സിൻ ഓഫ് ഒമീഷനിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി വീണ്ടും ധനവാന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താ? സമ്പത്തിന്റെ അനീതിയ അവനില് അത് സംഭവിക്കുന്നത്. സമ്പത്തുള്ളവരൊക്കെ നരകത്തിൽ പോകുമെന്നല്ല കർത്താവ് പഠിപ്പിക്കുന്നത്. മറിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓഗസ്റ്റ് 22-ാം തീയതി ലിയോ 14 മാർപ്പാപ്പ ഉപവാസ ദിനമായി സഭയിലെ
നടത്തണം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മളൊക്കെ മാർപ്പാപ്പയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു, ഇല്ലേ? എന്തുകൊണ്ടാണ് മാർപ്പാപ്പ അങ്ങനെ ഒരു നിയോഗം നമുക്ക് മുൻപിൽ തുറന്നു വെച്ചത്? 3 കാരണത്താലാണ്. ഒന്ന്, ലോകസമാധാനത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, യുദ്ധങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, ഉപവസിക്കാനായിട്ട്, ലോക ജനതയെ കൂടുതൽ പ്രബുദ്ധ ആക്കുകയായിരുന്നു ലിയോ 14 മാർപ്പാപ്പ അന്ന് ചെയ്തത്. ഇനി എന്താണ് നീതി? അർഹിക്കുന്നവന് കൊടുക്കുന്നതാണ് നീതി. അർഹിക്കുന്ന വ്യക്തിക്ക് തന്നെ കൊടുക്കുക, അതാ നീതി. ഇനി ലാസർ എന്ന വ്യക്തിക്ക് എന്താ സംഭവിച്ചേ? അല്ലെങ്കിൽ ലാസർ എന്ന വ്യക്തി ആരാണ്? ലാസർ എന്ന പദം കടന്നു വരുന്നത്, അത് ഗ്രീക്കിലാണെങ്കിൽ ഇലയാസ് ലാസറോസ് എന്നും ഹീബ്രുവിലാണെങ്കിൽ ഇലയാസർ എന്നും വിളിക്കുന്നു. അതിനർത്ഥം തന്നെ ദൈവം സുഖപ്പെടുത്തുന്നുവെന്ന, ദൈവം സഹായമായി ഉള്ളവനെന്നാണ് അതിന്റെ അർത്ഥം. പഴയ നിയമത്തിലെ നമ്മൾ കേൾക്കുന്നുണ്ട് അനാബീം യഹോവേ എന്ന, യഹോവയുടെ പാവപ്പെട്ടവൻ എന്നർത്ഥം. യഹോവയുടെ പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് യഹോവയോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ. അത് തന്നെയാണ് ലാസറും ചെയ്തത്. ദൈവത്തോട് ചേർന്നിരുന്നു, ദൈവം അവനെ സൗഖ്യപ്പെടുത്തുകയാണ്. ദൈവം മാത്രമായിട്ടുള്ളവനായിരുന്നു ലാസർ. ഇനി പഴയ നിയമത്തില് അല്ലെങ്കിൽ പുതിയ നിയമത്തില് മാത്രമല്ല ലാസർമാരുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ലാസർമാരുണ്ട്. പേരുകൊണ്ട് മാത്രമല്ല ലാസർമാര്, ജീവിതത്തിലെ സാഹചര്യം കൊണ്ട് ഇങ്ങനെയൊരു പേരുകൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. അത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്നായിരിക്കാം. എന്തു തന്നെയായാലും ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് സമ്പത്തിന്റെ ദാരിദ്ര്യമായിരിക്കാം, സ്നേഹത്തിന്റെ ദാരിദ്ര്യമായിരിക്കാം, പരിഗണനയുടെ അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ, പ്രശംസയുടെ ദാരിദ്ര്യമായിരിക്കാം. അതെ, നമുക്ക് ചുറ്റും സഹായം അർഹിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ കുടുംബത്തിലായിരിക്കാം, ഇടവകയിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം, പഠിക്കുന്നിടങ്ങളിലായിരിക്കാം. സഹായം അർഹിക്കുന്നവന് ഇന്ന് കാലഘട്ടത്തിൽ നമ്മൾ സഹായം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഇനി ഇന്നത്തെ ഭവനങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പണ്ടത്തെ ഭവനങ്ങളും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ടൊക്കെ വീടിന്റെ മതിൽ എന്ന് പറയുന്നത് എന്താ? ഒരുപക്ഷെ നീർക്കോലി നട്ട വേലി അല്ലെങ്കിൽ മുള്ളുവേലി, ഇതൊക്കെയായിരുന്നു. അല്ലെങ്കിൽ ചീരേറെ ഒരു ഇങ്ങനെ നട്ടുപിടിപ്പിച്ചത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരുന്നു ഒരു വേലി. എന്ന് വെച്ചാൽ ഒരു വീട്ടിന്റെ പറമ്പിലെ അവസ്ഥ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ നിന്നാലും കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഇന്നത്തെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു കൊതു പോലും പറന്നു പോകില്ല, കടന്നു പോകില്ല. അതുപോലെ വൻമതിലുകൾ കെട്ടിപ്പടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്ന് കാലത്ത് വീടിനാണെങ്കിൽ ജനവാതിലില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് എപ്പോഴും തുറന്നിടും. ഇന്നാണെങ്കിൽ ജനവാതിലൊക്കെ അടച്ചിട്ടുള്ള ഒരു ഭവനങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം എന്നാ, എനിക്ക് ആവശ്യമുള്ള AC എൻ്റെ വീടിനകത്തുണ്ട്. അന്ന് നമുക്കുണ്ടായിരുന്നത് നേച്ചർ AC. നോക്കുക, സ്വാർത്ഥതയുടെ ആ പടികൾ നമ്മൾ കയറുന്നത് എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ഇന്ന് റിമോട്ടർ ഗേറ്റുകളാണ്. പണ്ട് റിമോട്ടറും ഇല്ല, ഗേറ്റും ഇല്ല. നോക്കുക, ഓരോ കാലഘട്ടത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്വാർത്ഥത വളരുന്നുണ്ട് എന്നുള്ളത് ഇതിനാൽ തന്നെ സ്പഷ്ടമാണല്ലോ. പണ്ട് കാലത്ത് ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ വൈകുന്നേരം TV-യുള്ള വീട്ടിലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടും. എന്തിനാ? ഒരു സിനിമ കാണാനായിട്ട്. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഒരു വീട്ടില് ഓരോ റൂമിലും TV ആയി മാറി. നോക്കിക്കേ ആ ഒരു വളർച്ചയുടെ തളർച്ചയുടെ അവസ്ഥകൾ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഏതാനും കുറച്ച് നാളുകള് ബാംഗ്ലൂര് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ഞാനവിടെ ഒരു അഗതി മന്ദിരത്തില് കുറച്ച് നാള് ഉദാശകളൊക്കെ അനുഷ്ഠിക്കാനായിട്ട് അവിടെ പോകുമായിരുന്നു. ഒരു ദിവസം ഞാൻ വിശുദ്ധ കുർബാന അർപ്പണത്തിന് ചെന്ന സമയത്ത് 2 പേര് ആംബുലൻസും കൊണ്ട് പോകുന്നതാ ഞാൻ കാണുന്നത്. ആംബുലൻസും കൊണ്ട് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് എങ്ങോട്ടാ? MG റോഡിലെ ഒരു വ്യക്തി ഉണ്ട്, പെട്ടെന്ന് കൊണ്ടുവരണമെന്ന്.
അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി കുർബാന സമയം മാറ്റണോ? അപ്പൊ പറഞ്ഞു, വേണ്ട അച്ഛാ, കാരണം കുറച്ച് പേര് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് ഒരുമിച്ച് ഈ കുർബാന ഈ സമയത്ത് തന്നെ അർപ്പിക്കാം എന്ന് പറയുക. കുർബാന അർപ്പണം കഴിയുന്ന സമയത്താണ് ആംബുലൻസ് തിരിച്ചെത്തുക. അതിലുണ്ടായിരുന്ന 2 പേര്, കൊണ്ടുവരാൻ പോയ 2 പേര് കണ്ണുന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് വണ്ടിയിൽ നിന്ന് ഓടി പോകുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോ ആംബുലൻസിന്റെ പുറകിലെ സീറ്റിൽ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. ഞാൻ മെല്ലെ അടുത്ത് ചെന്നപ്പോൾ ഭയങ്കര സ്മെല്ല് അനുഭവപ്പെടുകയാണ്. അത് കഴിഞ്ഞ് സഹപ്രവർത്തകർ വന്ന് ആ മനുഷ്യനെ എടുത്തുകൊണ്ടു പോകുന്നത് കാണുന്നു. അദ്ദേഹം ഈ വെള്ളമെടുപ്പ് കണ്ടപ്പോൾ കരം കൂപ്പുന്നത് ഞാൻ ശ്രദ്ധിക്കുക. അദ്ദേഹം ആരാണെന്ന് കൊണ്ടുവന്നവർക്കോ അവിടെ നിന്ന് എനിക്കോ അറിയില്ല. അദ്ദേഹത്തെ അവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഗവൺമെന്റിന്റേതായ പ്രൊസീജിയറൊക്കെ അവർ ചെയ്തു, കൊണ്ടുവന്നു. ആദ്യം അവര് ഈ മനുഷ്യനെ കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ച് തീരും മുൻപേ കണ്ടത് എന്താ? ശരീരത്തിൽ നിന്ന് ഇങ്ങനെ സ്കിൻ അടർന്നു പോകുന്നത്. അങ്ങനെ അദ്ദേഹം ഷിവർ ചെയ്യാൻ തുടങ്ങുകയാണ്. അവസാനം പെട്ടെന്ന് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് പിന്നീട് മുടി വെട്ടാം, നഖം വെട്ടാം എന്നൊക്കെ കരുതി അദ്ദേഹത്തെ കെടുത്തി. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളമാണ് ചോദിച്ചത്. അതെ, ഒരു ഗ്ലാസ് വെള്ളം അവിടുത്തെ ശുശ്രൂഷകര് കൊണ്ടുകൊടുത്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് ശ്വാസത്തിന്റെ ബുദ്ധിമുട്ട്, ഓക്സിജൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നു. ഉടനടി നേഴ്സ് ഓക്സിജൻ എത്തിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ സമയം ഇനി ഓക്സിജൻ വേണ്ട. അവസാനം അദ്ദേഹം ചോദിച്ചത് ഒരു ഗ്ലാസ് വെള്ളമാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും അദ്ദേഹത്തിന് കുടിച്ചു തീർക്കാൻ സാധിച്ചില്ല. ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിട്ടും അത് സ്വീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെടുന്ന സമയത്താണ് വീണ്ടും കൂടെയുള്ള സഹപ്രവർത്തകർ പറഞ്ഞ, അച്ഛാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയുടെ സമാപനം കുരിശ് ചുംബിച്ചുകൊണ്ട് അദ്ദേഹം യാത്രയാകുകയാണ്. അദ്ദേഹം ആരാണെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, അദ്ദേഹം ദൈവത്തിന്റെ മടിയിലായിരുന്നു. ഇന്ന് ലാസർ അബ്രാഹത്തിന്റെ മടിയിൽ കിടന്ന പോലെ ഞങ്ങൾ അവിടെ അനുഭവിച്ചത്. അദ്ദേഹം ഒരു മണിക്കൂർ വൈകിയെങ്കിൽ ആ ഓടയുടെ ഉള്ളില് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചേനെ. പക്ഷേ അദ്ദേഹം അവസാന നിമിഷം പ്രാർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ട് അബ്രാഹത്തിന്റെ മടിയിലേക്ക് തല ചാച്ചതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ ഞാൻ കണ്ടത്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് സമൂഹത്തിൽ എത്ര പേര് ഇതുപോലെ ആവശ്യങ്ങളുമായി കടന്നു വരുന്നു. വേദപാഠ ക്ലാസ്സില് ഒരിക്കല് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാ, ഈ ധനവാന്റെ ലാസറിനെ കഥ കേട്ടിട്ട് ആരെ പോലെ ജീവിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഒട്ടുമിക്ക പിള്ളേരും പറഞ്ഞു, ആരെ പോലെ ജീവിക്കണം എന്നാ പറയാ. നമ്മളാണെങ്കിൽ എന്താ പറയാ? ഒന്നും പറയില്ലേ? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ധനവാന്റെ ലാസറിന്റെ ഉപമ കേട്ടിട്ട് നിങ്ങൾ ആരെ പോലെ ജീവിക്കണം എന്നാ പറയണേ? അച്ഛൻ ആദ്യം പറയാം. അച്ഛൻ ആദ്യം എങ്ങനെ ജീവിക്കുന്നത്? അതല്ലേ നിങ്ങളുടെ ചോദ്യം? നല്ല മിടുക്കന്മാരാ. ഞാൻ പറയാം, ആ കുട്ടി പറഞ്ഞൊരു ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. ആ കുട്ടി പറഞ്ഞത് ഒരേ ഒരു കുട്ടി പറഞ്ഞത് ഇങ്ങനെയാ, ജീവിക്കുമ്പോൾ ധനവാനെ പോലെ, മരിച്ചതിന് ശേഷം ലാസറിനെ പോലെ. കൊള്ളാല്ലേ? നല്ല ബുദ്ധി. ജീവിക്കുമ്പോൾ ധനവാനെ പോലെ, മരിച്ചുടനെ ലാസറിനെ പോലെ. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? എങ്ങനെയാണ് ജീവിക്കുന്നത്? ഒന്ന് ചിന്തിക്കുന്നല്ല. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞുപോയി, ലോകത്തില് എല്ലാവർക്കും ആവശ്യമുള്ളത് ഈ ലോകത്തിലുണ്ട്, എന്നാൽ അത്യാഗ്രഹമുള്ളതൊന്നും ഈ ലോകത്തിലില്ല എന്ന്. അത്യാഗ്രഹമുള്ളതൊന്നും ഈ ലോകത്തിലില്ല. ചിലപ്പോഴും നമ്മുടെയൊക്കെ അത്യാഗ്രഹങ്ങളാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങള് ഇല്ലാതാക്കുന്നത്. നമ്മുടെ അത്യാഗ്രഹങ്ങൾ, അത് വണ്ടി ഓടിക്കുമ്പോഴുള്ള അത്യാഗ്രഹമായിരിക്കാം. നമ്മൾ എന്നാ പോക്കാ പോവാ, അത് മറ്റുള്ളവന്റെ ജീവന അപകടമായി തീരുന്നല്ലേ. വിശുദ്ധ അംബ്രോസ് പറഞ്ഞു വെക്കുന്നുണ്ട്, സഭാപിതാവായ അംബ്രോസ് പറയുന്നുണ്ട്, നമ്മുടെ പണം പങ്കുവെക്കേണ്ടതാണ്, അത് സൂക്ഷിക്കേണ്ടത് പാവപ്പെട്ടവന്റെ
കീശയിലാണെന്നാ പറയുന്നത്. നമ്മുടെ പണം പങ്കുവെക്കേണ്ടതാ, അത് എത്തേണ്ടത് പാവപ്പെട്ടവന്റെ കീശയിലെ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നല്ല ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകേണ്ടത്. മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ആത്മാവിന്റെ ദാരിദ്ര്യം നമ്മൾ തീർക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവന്റെയൊക്കെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ വസ്തുക്കൾക്കല്ല നമ്മളൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത്, വ്യക്തികൾക്കാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാ മറ്റുള്ളവരെ സഹായിക്കണേ, സ്നേഹിക്കണേ? ഒറ്റ ഒരു കാരണേ ഉള്ളൂ, അവനും അവളും ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഒറ്റ കാര്യം. ഞാൻ ഈ ലോകത്തിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ദൈവത്തിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. അതുപോലെ തന്നെ അപരനും ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. അതുപോലെ തന്നെ സാധ്യതകൾ തുറന്നു കാട്ടുന്ന ദൈവം അനുദിന ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമായി. സഹായിക്കാനുള്ള വഴികള് അത് കാണുമ്പോൾ പിന്മാറരുതേ എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഇനി ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ അത് സ്വർഗത്തിലേക്കുള്ള വാതിൽപ്പടിയാണെന്ന് ലാസർ പഠിപ്പിക്കുന്നു. അതെ, സ്നേഹത്തിന്റെ പങ്കുവെക്കലിന്റെ ഒരു ആധ്യാത്മികതയാണ് ഇന്നത്തെ ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന ഈ കൊച്ചു പാഠം, സമ്പത്ത് ആരുടെയും സ്വന്തമല്ല എന്നുള്ളത്. സമ്പത്ത് ആരുടെയും സ്വന്തമല്ല. അത് ഒരുപക്ഷെ നമ്മുടെ പോക്കറ്റിലാകാം, അവരെന്റെ പോക്കറ്റിലായിരിക്കാം. അതിനാൽ ആ വലിയ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. അത് സമയമായിക്കോട്ടെ, എൻ്റെ സമയം എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ല, അത് അവരനും കൂടെ പങ്കുവെക്കേണ്ടതാണ്. അപ്പോ ആ പങ്കുവെക്കുന്നതിന്റെ ആധ്യാത്മികത. പണ്ടൊക്കെ വീട്ടില് ഒരു മിഠായി കിട്ടിക്കഴിഞ്ഞാല് അത് എത്ര കഷ്ണമായി മുറിയും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിക്ക്. ഇന്നൊരു മിഠായി കിട്ടിക്കഴിഞ്ഞാല് അത് എങ്ങനെ തീരുമെന്നുള്ളത് നമുക്കറിയാം. അപ്പോ ആ ഒരു പങ്കുവെക്കലിന്റെ ആധ്യാത്മികത, കർത്താവ് ഈ പങ്കുവെക്കലാണ് വിശുദ്ധ കുർബാനയായിട്ട് നമുക്ക് തരുന്നത്. ഇതെന്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ രക്തം വാങ്ങി പാനം ചെയ്യും. അതെ, കർത്താവ് നമുക്കായി പകുത്തു നൽകുന്നുണ്ടെങ്കിൽ, പങ്കുവെച്ച് നൽകുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ നിന്റെ സമ്പത്ത്, നീ നിന്റെ സമയം, നീ നിന്റെ സന്തോഷം, നീ നിന്റെ സ്നേഹം മറ്റുള്ളവന് പങ്കുവെക്കാത്തത്, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തില് പങ്കുവെക്കുന്നതിന്റെ ആധ്യാത്മികതയിലുള്ള അവിടെ വരെയുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പുരോഹിതൻ എന്ന രീതിയിൽ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സമയവും എൻ്റെ ജീവിതവും അവരന് വേണ്ടി പങ്കുവെച്ചുകൊണ്ട് ആ പങ്കുവെക്കലിന്റെ ആധ്യാത്മികതയിൽ വളരുവാൻ, യഥാർത്ഥ വിശുദ്ധ കുർബാനയായി മാറുവാൻ കർത്താവിനെ നീ അനുഗ്രഹിക്കണമേ. ഈ ഇടവക സമൂഹത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പങ്കുവെക്കലിന്റെ ആധ്യാത്മികതയിലൂടെ ഇടവക ഒരിടയന്റെ കീഴിലാകുവാനും, അതെ, ആ ഈശോയുടെ ചൈതന്യത്തില് വലിയ സ്നേഹത്തോടെ ഇടവക സമൂഹം നയിക്കപ്പെടുവാൻ, കുടുംബങ്ങളിലെ പങ്കുവെക്കലിന്റെ സ്നേഹം മാതാപിതാക്കളും മക്കളും അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനീളത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളിയാക്കണമെന്നുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സമൂഹത്തിൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ 14 പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്
മാർ റാഫേൽ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം നീക്കുകയും ചെയ്യട്ടെ. ചേർക്കുന്നു ഞാനിൻ കണ്ണീർ കടങ്ങളിൽ അലിഞ്ഞിടുവാനെന്നെ അൾത്താരയിൽ. ഈ കാസയിൽ ഈ പീലാസയിൽ നിന്റെ രക്തവും മാംസവും ചേരുന്നപ്പോൾ ചേർക്കുന്നു ഞാനിൻ കണ്ണീർ കടങ്ങളിൽ അലിഞ്ഞിടുവാനെന്നെ അൾത്താരയിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവകന്യാമറിയത്തിന്റെ നീതിമാനായ മറിയോസേപ്പിനെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹമാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമലാമേനാമേൻ ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസിലൊരു ഓർമ്മയോടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടച്ചുടെ രക്തസാക്ഷിയിലെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവനും വലിയവരും നിന്റെ സുസ്ഥിരമായ താനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശ്വാസം വളർത്ത പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന്റെയും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സർവ്വസൃഷ്ടികളുടെ ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിലെ ഈർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയർഗീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും
മെത്രാപൊലിത്താമാരും മെത്രാമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നാഥനായ ദൈവം തന്റെ ഭീഷ് നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധനാക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷിക്കുന്നതിൻ്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും ഭാവികളുമായതും ഞങ്ങൾ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തിരുത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രുവേന്മാരോടും സ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേ
അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ 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 മാലാഖമാരുടെ ഗാനമുയരുന്നു, ഓശാന ഗീതികൾ മുഴങ്ങിടുന്നു, സങ്കീർത്തനം പാടി വാഴ്ത്തിടുന്നു, യഹോവയാം ദൈവത്തിന് ഓശാന. മാലാഖമാരുടെ ഗാനമുയരുന്നു, ഓശാന ഗീതികൾ മുഴങ്ങിടുന്നു, സങ്കീർത്തനം പാടി വാഴ്ത്തിടുന്നു, യഹോവയാം ദൈവത്തിന് ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രവർത്തനം ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരുമായ അഖിലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവജനങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങൾ സമ്മതിരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സർവത്രിക സഭയുടെ തലവനും പിതാവുമായ
ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതധ്യക്ഷനുമായ മർപ്പോളി മെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതരാത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളും എന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിയമാമെന്ന് വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കൃപാനങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷിക്തന്റെ തിരുശരീരങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. ഞങ്ങളുടെ പ്രിയവത്തനായി ശമിച്ച് അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ വിശുദ്ധ ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവം ജീവിതാണ്ടത്തിൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നേർമ്മയും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാദരക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിനും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഇടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം, ഞങ്ങൾക്ക് വഴിയിൽ അങ്ങയുടെ മഹനീയമായ രക്ഷാപതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങ് നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. ജീവവും പരിശുദ്ധവും ജീവദായകമായുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാണുന്നതിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചന തിരുശരീരങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. സുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ഇതാ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറുപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങേ സ്വർഗ്ഗരാജ്യ സകലവിശുദ്ധനും സ്തുതിക്കുവാൻ ഞങ്ങളെ തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നവും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നമ്മുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകഗൃഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലേക്ക് സ്ഥിതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ ഇടയിലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിൻ കർത്താവ് ശംശിയുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങൾ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. സക്രാരിയായിൻ ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ. സക്രാരിയായിൻ ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ.
രാജകുമാര വരണേ, നീ വരണേ, എന്നാത്മാവ് രാജനായി വാഴാൻ. ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വരൂ. ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വരൂ. സക്രാരിയായി ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ. ഞാനാണു ശിവന്റെ ഒപ്പമെന്നോതി കുർബാനയായി തീർന്ന നാഥ. ഞാനാണു ശിവന്റെ ഒപ്പമെന്നോതി കുർബാനയായി തീർന്ന നാഥ. ജീവൻ തരാ, നിത്യജീവൻ തരാ, കൂദാശയായി തീർന്ന നാഥ. വരണേ, നീ വരണേ, എന്നാത്മാവ് രാജനായി വാഴാൻ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരെ വൈദ്യർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയിരുത്തിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമാങ്ങിയ പൗരോഹിത്യത്തിലെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ മാറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ വിധുവിളയുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മൗഢവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ഈ പള്ളിയിടുക നെല്ലിശ്ശേരി ജോർജ്, മോളിമകൻ ജിഗീഷ്, എറണാകുളം അങ്കമാലി അതിരൂപത, മേലൂർ പള്ളിയിടവുക കുരിശ്ശേരി ജോസ്, LC മകൾ സിജി ഇവർ തമ്മിൽ വിവാഹിതരാകുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞായറാഴ്ചയിലെ സ്വസ്ഥ സ്വസ്ഥർ കാഴ്ച 9. കഴിഞ്ഞ ആഴ്ച പള്ളി ക്ലീനിങ് നടത്തിയ സെന്റ് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് പ്രത്യേകം നന്ദി പറയുന്നു. ഈ ആഴ്ച സെന്റ് ജോർജ് യൂണിറ്റ് അംഗങ്ങളാണ്. ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മിഷൻ ഞായർ ഉൽപ്പന്ന ലേലം സെന്റ് തോമസ് യൂണിറ്റ്. അടുത്ത ഞായറാഴ്ച ഉൽപ്പന്ന ലേലനം മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ഒന്നാമത്തെ കുർബാനയ്ക്ക് ശേഷം കുടുംബ സമ്മേളന കേന്ദ്ര സമിതി മീറ്റിംഗ് നടത്തപ്പെടുന്നു. സാധാരണ ആദ്യത്തെ ഞായറാഴ്ചയാണ്. അന്ന്
ഒരു അസൗകര്യമുള്ളത് കൊണ്ട് ഒരു ഞായറാഴ്ച മുൻപ് നടത്തുന്നു എന്ന് മാത്രം. ഇന്ന് ഈ കുർബാനയ്ക്ക് ശേഷം ഇൻവെന്ററി ലിസ്റ്റ് തയ്യാറാക്കുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് കൈക്കാരന്മാരുടെ ഓഫീസിൽ ഉടനെ നടക്കുന്നു. ചൊവ്വാഴ്ച തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്തിരിക്കുക ജോയ് ഷാൻഡി ജോയ് കുന്നത്തുപറമ്പിൽ, ജിഗീഷ് ജോർജ് നെല്ലിശ്ശേരി. ശനിയാഴ്ച തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്തുക ടാവിൻ മാത്യു ജൂലിയാസ്, ജിഗീഷ് ജോർജ് നെല്ലിശ്ശേരി. ഇന്ന് രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അൾത്താര സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. മാസാദിവള്ളി തിരുക്കർമ്മങ്ങൾ 1-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5:30 ഓർമ്മിപ്പിക്കുന്നു. 2-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് രോഗീദിനം, രോഗികൾക്ക് കുമ്പസാരിക്കാൻ വിശുദ്ധ കുർബാന എന്നിവ വിസൻ പോൾ സംഘടന നേതൃത്വം നൽകുന്നു. മാതൃവേദിയുടെ മീറ്റിംഗ് അടുത്ത ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക്. ഇന്ന് ഈ കുർബാനയ്ക്ക് ശേഷം ഓണത്തിനോടനുബന്ധിച്ചുള്ള മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ കായവറുത്തും ശർക്കരവരട്ടിയും വിൽപ്പന തുടങ്ങുന്നുണ്ട്. എല്ലാവരും സഹകരിക്കുക. കിലോയ്ക്ക് 450 രൂപയായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുക. ഓണത്തോടനുബന്ധിച്ച് CLCയുടെ നേതൃത്വത്തിൽ കലാമത്സരങ്ങൾ നടത്തുന്നു. 4-ാം തീയതി ട്രഷർ ഹണ്ട് പൂക്കള മത്സരം വടംവലി. 5-ാം തീയതി തിരുവാതിര, മലയാളി മങ്ക, മലയാളി ശ്രീമാൻ, അത് കുട്ടികൾക്കുള്ളതായിട്ട്. കുടുംബ സമ്മേളനങ്ങൾ 3 മണിക്ക് സെന്റ് ജോർജ് യൂണിറ്റ് മാണിക്കത്ത് പറമ്പിൽ പൗലോസ് ജിജിയുടെ ഭവനത്തിൽ, 4 മണിക്ക് സെന്റ് പോൾസ് യൂണിറ്റ് കണ്ണമ്പള്ളി തോമൻ അന്തോണിയുടെ വീട്ടിൽ, 5 മണിക്ക് സെന്റ് സേവിയർ യൂണിറ്റ് പ്ലാക്കൽ തോമൻ വർഗീസിന്റെ വീട്ടിലെ സമാപന പ്രാർത്ഥനകളായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളെ കർത്താവായ ദൈവമേ, ദിവസങ്ങളുടെ ഞങ്ങളെ പരിപോഷിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർ നീനമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോട് ചേർന്ന് അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മ സർവ്വേശ്വരായി നീക്കും. രക്ഷകനാഥനുമായ മിശിഹായെ, സുസ്ഥിരവും പരിശുദ്ധവും ജീവനായ ദൈവികമായ ദിവസങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയുടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാനും സ്നേഹത്തിന്റെ താൽപ്പര്യങ്ങൾ പ്രവർത്തിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹരാകും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. മാമോദീസ വഴിനാഥൻ നമ്മൾക്കേകി നവജീവൻ, ദിവ്യനിണത്താൽ ഗാത്രത്താൽ നൽകി വിണ്ണിൻ സമ്പത്തും, തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിൻ സാക്ഷികളായി ജീവിത വീതിയിൽ നീങ്ങിടുവാൻ വിശ്വാസത്തിലധിഷ്ഠിതമാം സ്നേഹസമൂഹം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിലെങ്ങും നൽകിടുവിൻ. ജീവനെഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ ചിരിച്ചു കുർബാന കടംപ്രതിക്കും പാപങ്ങളെ മോശത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ മൂല്യം നിറഞ്ഞുകൂടാ. കർത്താവെ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണം പറഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധനും സർവ്വേശ്വരനെ നയിക്കും. ദൈവമേ, നിന്റെ കൃപയ്ക്ക് തവണ എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാലം വിസ്തൃതമായി
എന്റെ പാപങ്ങൾ മായ്ക്കണമേ. എന്റെ പാപങ്ങൾക്ക് അകൽത്തൽ ചിന്തിയ രക്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യമായ എന്റെ പാപങ്ങളിൽ മൂലം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, മാമോദിസ വഴി നിന്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ നിന്റെ ദാസരെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദിവ്യശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്തവരെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെയും നിന്റെ ദാസർ ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാൻ മത്സിക്കുന്ന സ്വർഗീയോസ്ഥലത്തേക്ക് ഇവരെ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.